തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണവുമായി തൃശൂർ സ്വദേശി പ്രസന്ന അശോകൻ. തങ്ങൾ പോലും അറിയാതെ 6 വോട്ടുകൾ തങ്ങളുടെ മേൽവിലാസത്തിൽ ചേർത്തെന്നാണ് പ്രസന്നയുടെ ആരോപണം. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ ഇവരുടെ ഫ്ളാറ്റിന്റെ മേൽവിലാസത്തിലാണ് വോട്ടുകൾ ചേർത്തത്. പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നും പ്രസന്ന പറഞ്ഞു. അന്ന് ഇതൊന്നും അറിയില്ലായിരുന്നില്ല. ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ ഇതിന്റെ പേരിലാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നില്ല. 6 എന്നാണ് പറഞ്ഞത്. 6 പേര് നമ്മൾ അറിയുന്നതല്ല, ഞങ്ങളുടെ ബന്ധുക്കാരുമല്ല. പിന്നീടാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് കണ്ടിട്ട് ഇതിന്റെ പേരിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പരാതിയിൽ ഒപ്പിട്ട് തരാൻ പറ്റുമെന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് നമ്മുടെ എത്തിക്കുന്ന ആരും പിന്നെ വന്നിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് പാർട്ടിക്കാരായിട്ട് ഞാൻ അന്വേഷിച്ചിട്ടൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മുടെ എത്തിക്കൊന്നും വന്നിട്ടില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഈ ഒരു തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണം ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഒരു തൃശ്ശൂർ സ്വദേശിനിയുടെ ഒരു പരാതിയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ആരോപണമാണ് ഉയർന്നു വരുന്നത്. അവർ പോലും അറിയാതെ 6 വോട്ടുകൾ അവരുടെ മേൽവിലാസത്തിൽ ചേർത്തു എന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ദീപ്തി, ഈ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് തൃശ്ശൂരിലെ വീട്ടമ്മ നടത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഫ്ളാറ്റിലെ C നമ്പർ ഫ്ളാറ്റിൽ താമസിക്കുന്ന വീട്ടമ്മയാണ് ഇത്തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. അതായത് തന്റെ ആ താമസ വിലാസത്തിൽ താൻ പോലും അറിയാതെ തനിക്ക് യാതൊരു മുൻപരിചയവും ഇല്ലാതെ 6 വോട്ടുകൾ ഇത്തരത്തിൽ ചേർത്തി എന്നാണ് വീട്ടമ്മ പറയുന്നത്. ഇത് കണ്ടെത്തിയത് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. ഫൈനൽ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഒരു വിവരം വീട്ടമ്മ പോലും അറിയുന്നത്. പ്രദേശത്തെ പ്രാദേശിക നേതാക്കൾ ഈ ഫൈനൽ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയാൽ വോട്ട് ചെയ്യുന്നതിനായുള്ള സ്ലിപ്പ് വിതരണത്തിനായി വീടുകൾ തോറും കയറിയിറങ്ങുന്ന ഒരു പതിവുണ്ട്. അത്തരത്തിൽ അവർ ഈ സ്ലിപ്പുകളുമായി വീട്ടിലെത്തിയപ്പോൾ, ഈ ഫ്ളാറ്റിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ അവിടെ ഈ സ്ത്രീ മാത്രമേ താമസിക്കുന്നുള്ളൂ. ഇത് കൂടാതെ 6 പേരും അവിടുത്തെ അഡ്രസ്സിൽ വോട്ടർമാരായി വോട്ടേഴ്സ് ലിസ്റ്റിൽ കടന്നുകൂടി എന്നുള്ള തരത്തിലാണ് വീട്ടമ്മ അറിയുന്നത്. പ്രസന്ന അശോകൻ എന്ന് പറയുന്ന വീട്ടമ്മയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. ഇതിന് പിന്നാലെ ഈ വിവരം പറഞ്ഞതിന് തെരഞ്ഞെടുപ്പിന് 2 ദിവസം മുൻപ് തെരഞ്ഞെടുപ്പ് അതോറിറ്റി ആയിട്ടുള്ള ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. പക്ഷേ ഫൈനൽ വോട്ടർ പട്ടികയിൽ പേര് വന്നാൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള മറുപടിയാണ് അന്ന് ലഭിച്ചതെന്നാണ് വീട്ടമ്മ പറയുന്നത്. അതായത് ഇത്തരത്തിൽ വ്യാപകമായി തൃശ്ശൂർ നഗരത്തിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകളിലും അതുപോലെ വീടുകളും കേന്ദ്രീകരിച്ച് പുറമെ നിന്നുള്ള ആളുകൾ ആ അഡ്രസ് കാണിച്ച് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ കയറിക്കൂടി എന്നുള്ള വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ CPI സ്ഥാനാർത്ഥി, അതായത് LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറും അതുപോലെ തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് താജിറ്റും ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനെയെല്ലാം സാധൂകരിക്കുന്ന തരത്തിലാണ് ഈ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ ഗൗരവമായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MT രമേശ് തങ്ങൾ വോട്ട് ഒരു മറുപടി മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പറയുകയുണ്ടായി. തങ്ങൾ നിയമപരമായി, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുശാസിക്കുന്ന തരത്തിൽ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. അത് തങ്ങളുടെ കഴിവാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ നിങ്ങൾ, അതായത് LDFും UDFും അത്തരത്തിൽ കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്യാത്തതിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പരാജയപ്പെട്ടതിന് ശേഷം തങ്ങൾ വോട്ട് ചേർത്തതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് MT രമേശ് പറഞ്ഞത്. എന്നാൽ പക്ഷെ ഇത് അനധികൃതമായി കയറിക്കൂടിയ വോട്ടർമാർ, ഇതുപോലെ നിരവധി പേർ തൃശൂർ മണ്ഡലത്തിന് പുറത്തു നിന്നും ജില്ലയ്ക്ക് പുറത്തു നിന്നും ഉൾപ്പെടെ തൃശ്ശൂരിലെ പല ഫ്ളാറ്റുകളിലും അതുപോലെ തന്നെ വീടുകളിലും ഉൾപ്പെടെ വോട്ടർമാരായി കടന്നുകൂടി, അഡ്രസ്സിൽ വോട്ടർമാരായി കടന്നുകൂടി എന്നുള്ള വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. ഈ ആരോപണത്തെയൊക്കെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ വന്നുള്ളത്. ഈ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം വിഷയത്തിൽ VS സുനിൽകുമാർ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് മിസ് കോൾ അടിച്ചാൽ BJP മെമ്പർഷിപ്പ് കിട്ടുന്നത് പോലെയാണ് BJP വോട്ടർ പട്ടികയിലും പേര് ചേർത്തതെന്നാണ് VS സുനിൽകുമാറിന്റെ ആരോപണം. വോട്ടർ പട്ടികയിലെ ചട്ടങ്ങൾ
മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഘൂകരിച്ചെന്നുള്ള ഒരു വിമർശനവും വി.എസ്. സുനിൽകുമാർ ഉന്നയിക്കുന്നുണ്ട്. ഈ വെളിപ്പെടുത്തലിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്നാണ് വി.എസ്. സുനിൽകുമാർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യു.ഡി.എഫിന്റെ നേതാക്കൾ, കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ പ്രതികരണം നടത്തേണ്ടതുണ്ട്. അവരുടെ എല്ലാം പ്രതികരണം മാധ്യമങ്ങൾ തേടും. എന്നാലും ഈ വിഷയം വലിയ രീതിയിൽ ചൂടുപിടിച്ച് തീപിടിക്കാനുള്ള സാധ്യതയാണ് വരും ദിവസങ്ങളിൽ കാണുന്നത്. കാരണം ഇതിന് രേഖകളോ തെളിവുകളോ ഇല്ല, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ അത്തരത്തിലൊരു ഈ വീട്ടമ്മ നടത്തിയതുപോലുള്ള ഒരു വെളിപ്പെടുത്തൽ ഇതുവരെയും പുറത്തു വന്നിരുന്നില്ല. വെറും ആരോപണങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ ഇത്തരത്തിൽ ഈ വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്തയായി നൽകിയതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഒരു ചൂട് പിടിച്ചതും. ഇതുമായി ബന്ധപ്പെട്ട് വരും മണിക്കൂറുകളിൽ വിവിധ പാർട്ടി നേതാക്കൾ, പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് മാധ്യമങ്ങളുള്ളത്. ശരി. തൃശൂരിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണവുമായി തൃശൂർ സ്വദേശി പ്രസന്ന അശോകൻ. തങ്ങൾ പോലും അറിയാതെ 6 വോട്ടുകൾ തങ്ങളുടെ മേൽവിലാസത്തിൽ ചേർത്തെന്നാണ് പ്രസന്നയുടെ ആരോപണം. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.